ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ, പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരി ജയിച്ചവനായി. മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരി ജയിച്ചവനായി. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ദയ. ഒന്ന്, ദൈവത്തിന് ദയ നിരന്തരമായി നമ്മെ തേടി വരുന്ന ദയ. ദൈവത്തിന് ദയ അന്വേഷിക്കുന്ന ദയയാണ്. തേടി വരുന്ന ദയയാണ്. അന്വേഷിക്കുന്ന ദയ മറക്കരുത്. അന്വേഷിക്കുന്ന ദയ. ഇന്ന് ദൈവം അന്വേഷിക്കുമ്പോൾ ദയയ്ക്ക് അർഹതയായിട്ടുള്ളത് ആരുണ്ട്? ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് കരയുന്നവരാരുണ്ട്? എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് കരയുന്നവരാരുണ്ട്? ദൈവത്തിൻ്റെ ദയ അന്വേഷിക്കുന്ന ദയയാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ദയ എന്താണ്? 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ലോദേബാരിൽ അമ്മീയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമ്മീയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യങ്ങൾ വായിക്കാം. ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മൊഫീബോശത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചു. ദയയ്ക്ക് അർഹനായിട്ട് ആരുണ്ട് എന്ന് നോക്കി. അവൻ എവിടെ? ആളെ കിട്ടി. സീബ പറഞ്ഞു. സീബ ഒരു വേലക്കാരനാണ്. അവൻ പറഞ്ഞു അവൻ എൻ്റെ അടുത്തുണ്ട്. എവിടെയുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും വായിക്കാം. എവിടെയുണ്ട്?
ലോദേബാരിൽ അമീയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമീയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ പറഞ്ഞു. ലോദേബാർ എന്ന അതൊരു സ്ഥലമാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം ഊഷരഭൂമി എന്നാണ്. ഡ്രൈ ലാൻഡ്, ഊഷരഭൂമി, ഉണങ്ങി വരേണ്ട ഭൂമി. ലോദേബാർ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നാം ഇന്ന് ജീവിക്കുന്നത് ലോദേബാരിലാണ്. ലോദേബാർ നാം ഇന്ന് ജീവിക്കുന്നത് വരണ്ട ഭൂമിയിലാണ്. വരൾച്ച, നമ്മുടെ പലരുടെയും കുടുംബങ്ങൾ വരൾച്ചയിലാണ്. വരൾച്ച, ഭൗതികമായ വരൾച്ചയുണ്ട്, ഭൗതികമായ ക്ഷാമമുണ്ട്, പൈസയ്ക്ക് ക്ഷാമം, ഭയങ്കരമായ കടം. ദൈവത്തിന് സ്തോത്രം. വരണ്ട ഭൂമി, വരണ്ട ജീവിതം, വരൾച്ചയിൽ. സ്നേഹിതരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വരൾച്ചയിലാണോ? വരൾച്ചയുണ്ടോ നിങ്ങൾക്ക്? ആരോഗ്യത്തിന് വരൾച്ച, രോഗം, ആരോഗ്യം വരണ്ടുപോയി, രോഗം വന്നിരിക്കുന്നു, പ്രതീക്ഷയില്ല. ഡോക്ടേഴ്സ് പറയുന്നു ഇനി ആശയ്ക്ക് വകയില്ല. എല്ലാവരും ഏങ്ങലടിച്ച് കരയുന്നുണ്ട്, പക്ഷേ ആശയ്ക്ക് വകയില്ല ഡോക്ടേഴ്സ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ആശയ്ക്ക് വകയില്ലാത്ത വിധത്തിൽ രോഗഗ്രസ്തരായ ആരെങ്കിലും ഉണ്ടോ? അല്ല, സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് വരൾച്ച അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല. ആ പാവം സ്ത്രീ പറയുന്നു, സാറേ ഞാൻ എങ്ങനെയെല്ലാം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചാലും അദ്ദേഹത്തിന് പ്രസാദമാകുന്നില്ല, അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നില്ല, എന്നോടൊരു വൈരാഗ്യം പോലെയാണ്. നിങ്ങൾ ചോദിച്ചാൽ മിണ്ടുകയില്ല, അഥവാ മിണ്ടുകയാണെങ്കിൽ കോപിച്ചേ മിണ്ടുകയുള്ളൂ. എപ്പോഴൊരു കോപമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? വരൾച്ചയാണ്, സ്നേഹത്തിന് വരൾച്ച. അത് ഒരുപക്ഷെ ഭർത്താവിൻ്റെ സ്നേഹത്തിന് വരൾച്ച, ഭാര്യയുടെ സ്നേഹത്തിന് വരൾച്ചയുള്ളവരുണ്ട്. അതുകൊണ്ട് എത്രയോ പേര് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കേട്ടാൽ അമ്പരപ്പ് തോന്നും. അനേക കുടുംബങ്ങൾ വരൾച്ചയിലാണ്. നിങ്ങൾക്ക് എവിടെയാണ് വരൾച്ച? രോഗമാണോ? ആരോഗ്യത്തിൻ്റെ വരൾച്ചയാണോ? പണത്തിൻ്റെ വരൾച്ചയാണോ? സ്നേഹത്തിൻ്റെ വരൾച്ചയാണോ? എവിടെയാണ് നിങ്ങളുടെ വരൾച്ച? എവിടെയാണ്? ദൈവത്തിന് സ്തോത്രം. വീട് വയ്ക്കാൻ എല്ലാം തയ്യാറാക്കി, ബേസ്മെൻറ്റ് പണിതു, തറയിട്ടു, പക്ഷേ തുടർന്ന് പണിയാൻ മാർഗം കാണുന്നില്ല. ബാങ്കിൽ നിന്ന് കടം കിട്ടുമെന്ന് വിചാരിച്ചു, ബാങ്കിൽ കടം കിട്ടുകയില്ല. അമ്പരപ്പിലായി. എൻ്റെ കർത്താവ് ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് താമസിക്കണം വിചാരിച്ചു. എന്നും വാടക വീട്ടിലാണല്ലോ. ഒരു വീടില്ല, വരൾച്ച. ദൈവത്തിന് സ്തോത്രം. നിരാശ പറ്റിയ ജീവിതം ആണോ നിങ്ങളുടെ ജീവിതം? എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾക്ക് എവിടെയാണ് വരൾച്ച? ഉണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വരൾച്ചയുണ്ട്. വരൾച്ചയുണ്ട് പല കാര്യങ്ങളിലും. വരണ്ടിരിക്കുന്നു. ലോദേബാരിലാണ് താമസം. ലോദേബാരിലാണ് താമസം. വരൾച്ചയിലാണ് താമസം. മനസ്സമാധാനമില്ല. സമാധാനത്തിന് വരൾച്ച, മനസ്സമാധാനമില്ല. മക്കൾ ഉണ്ട്, പക്ഷേ അവർ പഠിക്കുന്നില്ല. എന്ത് ചെയ്യും? ഇപ്പോൾ പിന്നെ അവർ ആഹാരം കഴിക്കാൻ വിളിച്ചാൽ കോപമാണ്, അവർ വരില്ല, കോപിക്കുകയാണ്. എന്ത് ചെയ്യും? പ്രായപൂർത്തിയായ അവനെ കോപിച്ചാൽ അവനോട് എന്ത് ചെയ്യാൻ പറ്റും? കോപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചില കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അമ്പരപ്പ് വരും. ഒരു മാന്യദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഭാര്യയും കൂടി വന്നാണ് പറഞ്ഞത്, ഞങ്ങൾ സന്ധിക്ക് മുമ്പേ അത്താഴം കഴിക്കും. അത്താഴം കഴിഞ്ഞ് സന്ധിക്ക് മുമ്പേ. അതെന്ത് പറ്റി? അല്ല സാറേ, സന്ധി കഴിഞ്ഞാൽ പിന്നെ അത്താഴം കഴിക്കാൻ പറ്റുകയില്ല. എൻ്റെ മോൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പാടില്ല. അവൻ കുടിച്ച് കൂത്താടി വരുമ്പോൾ വാതിൽ തുറന്നിട്ടേക്കണം. തുറന്നിട്ടില്ലെങ്കിൽ വാതിൽ ചവിട്ടി പൊളിക്കും. അവൻ ഞങ്ങളെ ഉപദ്രവിക്കാനൊന്നും ഒരു പേടിയുമില്ല. ഉപദ്രവിച്ചിട്ടുമുണ്ട്. സാറേ, ഞങ്ങൾക്ക് സമാധാനമില്ല. ഞങ്ങൾ സന്ധ്യ നമസ്കാരമില്ല, ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പേ കഴിക്കും. കാരണം അവൻ വന്നാൽ പിന്നെ നമസ്കരിക്കാൻ സാധിക്കില്ല, പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. പിന്നെ ഒച്ചപ്പാടാണ്, രാത്രി മുഴുവൻ ഒച്ചപ്പാടാണ്, ബഹളമാണ്. എപ്പോഴും അവൻ ഉറങ്ങിയിട്ടേ പിന്നെ ഞങ്ങൾക്ക് സൗകര്യം കിട്ടുകയുള്ളൂ. നോക്കൂ, ഇതുപോലെ വരൾച്ചയുള്ള കുടുംബങ്ങൾ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ കുടുംബം എങ്ങനെയുണ്ട്? വരൾച്ചയാണോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? വരൾച്ചയാണോ? ലോദേബാരിൽ താമസിക്കുന്നു. 4-ാം വാക്യം ഒന്ന് വായിക്കൂ. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാരിൽ അമീയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ലോദേബാരിൽ അവൻ താമസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാഖീർ എന്ന് പറയുന്നത് മാഖീർ എന്ന വാക്കിൻ്റെ അർത്ഥം സോൾഡ് എന്നാണ്, വിറ്റതെന്നാണ്. മാഖീറിൻ്റെ വീട്ടിൽ
സ്വന്തമായിട്ടുള്ള വീട്ടിലല്ല, വിറ്റ വീട്ടിൽ, മാഖീരിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. നമ്മിൽ പലരും വാസ്തവത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സ്വന്തമായിട്ടുള്ളതല്ല. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ നിലം വാസ്തവത്തിൽ നമ്മുടേതാണോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടേതാണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. നമുക്ക് ഒരു തുണ്ട് ഭൂമിയുണ്ട്, എന്നാൽ അതിനോട് ചേർന്ന് അല്പം കൂടി സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് നമുക്കൊരാഗ്രഹം. അന്യൻ്റേത് നമ്മൾ കയറി ആക്രമിക്കുന്നു. ചോദിക്കാനാളില്ല, അന്യൻ്റേത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു, അത് എടുത്ത് സ്വന്തമായിട്ട് എടുക്കാൻ നോക്കുന്നു. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ അവൻ്റെ കാര്യം നടത്തിയെടുക്കും. നോക്കൂ, നമുക്ക് ഇന്ന് കൈവശമുള്ളത് നമ്മുടേതാണോ മുഴുവനും? ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ലജ്ജ കൂടാതെ പറയാം, ലജ്ജ കൂടാതെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആഴമേറിയ സമർപ്പണത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അത് തന്നെ 36-ാമത്തെ വയസ്സിലാണ്, 1973, കർത്താവേ, എൻ്റേതല്ലാത്ത ചില സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. സാധനം മറ്റൊന്നുമല്ല, പുസ്തകം. ഞാൻ 9 കൊല്ലം വടവൂർ രാജർഷി മെമ്മോറിയൽ ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. അന്ന് സ്കൂളിലെ ലൈബ്രറി ചാർജ് എനിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ ചിലത് ലൈബ്രറിയിൽ മേടിച്ചു വെച്ചു. തെറ്റല്ല, സ്കൂളിൻ്റെ പൈസ കൊണ്ട് മേടിച്ചു വെച്ചു. പക്ഷെ ഞാൻ പഠിക്കാൻ കൊണ്ടുവന്നു, ആ പുസ്തകങ്ങൾ തിരികെ കൊടുത്തില്ല. ഞാൻ കോളേജിലേക്ക് 1964 പോന്നപ്പോൾ ആ പുസ്തകങ്ങൾ തിരികെ കൊടുത്തില്ല. രണ്ട് പുസ്തകമായിരുന്നു, രണ്ടാമെന്ന് എനിക്ക് തോന്നുന്നു. പുസ്തകം തിരികെ കൊടുത്തില്ല. സ്കൂളിൻ്റെ പുസ്തകം എൻ്റെ അലമാരിയിൽ ഇരിക്കുന്നു. 1973 മെയ് മാസം 10-ാം തീയതി രാത്രി ഞങ്ങളുടെ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്ന് ഞാൻ ആഗമനം ശോധന ചെയ്തു. പ്രസംഗിച്ചു, പക്ഷേ എനിക്ക് സന്തോഷമില്ല. ഞാൻ വചനം പറഞ്ഞു, പക്ഷേ എനിക്ക് സംതൃപ്തിയില്ല. ഞാൻ ചിന്തിച്ചു, എന്തൊക്കെയാണ് എനിക്ക് തിരുത്താനുള്ളത്. ആദ്യം ഞാൻ അലമാരിയിൽ പുസ്തകങ്ങളെല്ലാം താഴെ വെച്ചു, ഇറക്കി വെച്ചു. 2 പുസ്തകം, വടവൂർ സ്കൂളിലെ 2 പുസ്തകം എൻ്റെ കൈവശമുണ്ടായിരുന്നു. അത് തിരികെ കൊണ്ടുപോയി കൊടുത്ത് മാപ്പി വയ്ക്കുമെന്ന് തീരുമാനിച്ചു. കോളേജിലേക്ക് പോകുന്നതിന് ശേഷം 9 വർഷം കഴിഞ്ഞാണ് തീരുമാനിക്കുന്നത്. 9 വർഷം ആ പുസ്തകം എൻ്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ച ഒരു രുദ്രവാര സാർ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങ് വേങ്ങൂരാണ് വീട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മഴൂന്നൂർ പബ്ലിക് ലൈബ്രറിയിലെ 3 പുസ്തകം ഉണ്ടായിരുന്നു. അതും തിരികെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് തീരുമാനിച്ചു, മാപ്പി വയ്ക്കുമെന്ന് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. വലിയ വലിയ തീരുമാനങ്ങളെടുത്തു. എൻ്റേതല്ലാത്തതൊന്നും എൻ്റെ കൈവശിരിക്കരുത് തീരുമാനിച്ചു. സ്തോത്രം. എനിക്ക് അർഹതയില്ലാത്തതൊന്നും എൻ്റെ കൈവശിരിക്കരുത്. സ്തോത്രം. ഞാൻ വടവൂർ സ്കൂളിൽ അന്ന് ഈ പുസ്തകം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ 73 മത്തായി സാറ് അത്ഭുതത്തോടെ നോക്കി. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നാൻ കാരണം എന്ന് ചോദിച്ചു. എന്നെ ഈ ലോക ജീവിതത്തിൽ എന്നെ വളർത്താൻ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് മത്തായി സാറ്, ഹെഡ് മാസ്റ്റർ. നിനക്കെന്താ ഇത് ഇപ്പോൾ തിരിച്ചു തരണം തോന്നിയത്? ഇത് ഇനിയിപ്പോൾ കിട്ടിയിട്ട് കാര്യമില്ല. ഞാനിതിൻ്റെ പൈസയെല്ലാം ട്രഷറിയിൽ പൈസ അടച്ചു. ഞാൻ പൈസ കൊടുക്കി, ഇനി ഈ പുസ്തകത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അല്ല സാറേ, എനിക്ക് സമാധാനത്തിന് വേണ്ടി സാറ് ഈ പുസ്തകം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. സാർ ചോദിച്ചു, എന്താ നിനക്കിങ്ങനെ ഇത്രയും ഇതിൽ ചെയ്യാൻ തോന്നിയത്? സാറേ, മറ്റൊന്നുമല്ല, ഞാൻ ജീവിതമാകെ പരിശോധിച്ചു. എനിക്ക് ചില തിരുത്താനുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ വേറെയും ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാറേ, ഇത് ഞാൻ തിരുത്തരും, സാർ സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനേകം കാര്യങ്ങൾ തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി. ദൈവത്തിന് സ്തോത്രം. അത് 1973 മെയ് മാസം 10-ാം തീയതി ആണ് എനിക്ക് തിരുത്തണമെന്ന് തോന്നിയത്. ദൈവത്തിന് സ്തോത്രം. തിരുത്തിയില്ല, തിരുത്തണം തോന്നിയത്. അന്ന് അത് ഒരു വ്യാഴാഴ്ച രാത്രിയാണ് പള്ളിയിൽ പ്രസംഗിച്ചത്. പിറ്റേ ദിവസം മെയ് മാസം 11-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിയായപ്പോൾ അത്ഭുതം നടന്നു. ഞാൻ തിരുത്തിയില്ല, പ്രായശ്ചിത്തം ചെയ്തില്ല. പക്ഷേ അതിന് മുൻപ് തന്നെ ദൈവം അഡ്വാൻസായി എൻ്റെ തലയിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ ആകെ കോൾമയെ കൊണ്ടു ആകെ തീ പിടിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുമോ? അത് പറഞ്ഞാൽ മനസ്സിലാകുമോ?
ആത്മാവിൻ്റെ തീയനിലേക്ക് പകർന്നിറങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ തീയനിലേക്ക് നിറഞ്ഞു. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മതിമറന്ന് സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് പറയട്ടെ, നിങ്ങൾക്ക് വല്ലതും തിരുത്താനുണ്ടോ എന്ന് നോക്കണം. തിരുത്താനുണ്ടോ? വല്ലതും തിരുത്താനുണ്ടോ? ആരോടെങ്കിലും മാപ്പ് ചോദിക്കാനുണ്ടോ? ഞാൻ മാപ്പ് ചോദിക്കാൻ പോയി. മാപ്പ് ചോദിച്ചു. ഒരു മുസ്ലിം സഹോദരനോട് ഞാൻ മാപ്പ് ചോദിച്ചു. വേറൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ പശു എൻ്റെ നെല്ല് തിന്നത്, അന്ന് പാടത്ത് കൃഷിയുള്ള കാലമാണ്. നെല്ല് തിന്നിട്ട് എനിക്ക് അല്പം പരിഭവം തോന്നി. ഞാൻ ഇത്രയും പറഞ്ഞോളൂ, കണ്ണിൽ ചോരയില്ലാതിരിക്കുന്നല്ലോ, ഇത് കാണുന്നില്ലേ? നെല്ല് തിന്നുന്നത് കാണുന്നില്ലേ? അയ്യോ സാറേ, ഞാൻ കണ്ടില്ല, പശു വലിച്ചു തിന്നതാണ്, കയറ് വലിച്ചു തിന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം പശുവിനെ ഉടനെ മാറ്റി കെട്ടി. പക്ഷേ പിന്നെ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തൊരു പരിഭവമായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്കൊരു ദേഷ്യമോ ഇഷ്ടക്കുറവൊക്കെയാണ്. ഒന്നും മിണ്ടിയിട്ടില്ല. അദ്ദേഹം നേരെ വരുന്നത് കണ്ടാൽ ഞാൻ പാടത്ത് മറ്റേ വരവിൽ കൂടെ പോകും. കാരണം എനിക്ക് നേരെ പോകാൻ എനിക്കിഷ്ടമില്ല. അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പോയി മാപ്പ് ചോദിക്കാൻ തീരുമാനിച്ചു. മനസ്സിൽ അകൽച്ച വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പരിശുദ്ധാത്മാവ് ചില നല്ല നല്ല ആലോചനകൾ തന്നു. നിങ്ങൾക്ക് ഈ ലോദേബാറിൻ്റെ അനുഭവത്തിൽ കഴിയുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വരൾച്ചയിൽ നിന്ന് മോചനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? വരൾച്ചയിൽ നിന്ന് മോചനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മടക്കി വരുന്ന ദൈവമാണ്, വരൾച്ച മാറ്റുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. വരൾച്ച ലോദേബാരിൽ നിന്ന് ഈ മെഫീബോശത്തിനെ വിളിച്ച് രാജധാനിയിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. വരണ്ട ഭൂമിയിൽ വസിച്ചിരുന്നതായ, വരൾച്ചയുള്ള ദേശത്ത് വസിച്ചിരുന്ന മെഫീബോശത്തിനെ കൊണ്ടുവന്നു രാജകൊട്ടാരത്തിൽ പാർപ്പിച്ചു. അടുത്ത് വായിക്കുമ്പോൾ കാണാം അവനെ എന്താ ചെയ്തത്. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫീബോശത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശത്തെ എന്ന് വിളിച്ചതിന് അടിയനെന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നിന്റെ അപ്പൻ്റെ നിലമൊക്കെയും ഞാൻ നിനക്ക് മടക്കിത്തരുന്നതയാ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം മടക്കി കിട്ടും. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് നഷ്ടം വന്നത്? നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും. നിൻ്റെ അപ്പൻ ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. ദാവീദ് പറയുകയാണ്, മടക്കിത്തരും ദയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അന്വേഷിക്കുന്ന ദയയാണത്. ഈ ദൈവത്തിൻ്റെ ദയ അന്വേഷിക്കുന്ന ദയയാണ്. ദൈവത്തിൻ്റെ ദയ മടക്കി വരുത്തുന്ന ദയയാണ്. ദൈവത്തിൻ്റെ ദയ മടക്കി തരുന്ന ദയയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു ഭാഗ്യം. ദൈവത്തിൻ്റെ ദയ ഇന്ന് നിങ്ങൾ സന്ദർശിക്കുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തെല്ലാം ഉണ്ട്? എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഏങ്ങലിരിക്കുന്നൊരു യുവാവ് എന്നെ വിളിച്ചു. എന്ന് പറഞ്ഞു, സാറേ, അവൾ വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാറേ, എനിക്ക് അവളെ പിരിയാൻ എനിക്കിഷ്ടമല്ല. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. കുഞ്ഞ് അവളുടെ കൂടെയാണ്. എൻ്റെ കുഞ്ഞിനെ കാണാൻ പോലും എനിക്ക് അവസരം തരുന്നില്ല. ഞാൻ ഇപ്പോൾ വരൾച്ചയിലാണ്, ഞാൻ വിഷമിക്കുകയാണ്. സാറേ, ഞങ്ങൾ എങ്ങനെയൊന്ന് ഐക്യമായിട്ട് ജീവിക്കാൻ എന്താ പോകാൻ വഴി? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമല്ലോ, അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് തിരുത്താൻ വല്ലതുണ്ടോ തിരുത്തണം. തിരുത്താൻ വല്ലതുണ്ടെങ്കിൽ തിരുത്തിയിട്ട് നിങ്ങൾ അവളെ ഒന്ന് ഫോൺ ചെയ്യൂ. ഇല്ല സാറേ, എൻ്റെ ഫോൺ നമ്പർ കാണുമ്പോൾ ഫോൺ എടുക്കുകയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഒരു ഇമെയിൽ മെസ്സേജ് അയച്ചുകൂടെ? ഇല്ല സാറേ, ഇമെയിൽ മെസ്സേജ് അവൾ നോക്കുകയില്ല, ഇമെയിൽ തുറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താ പോകാൻ വഴി? ഞാൻ പറഞ്ഞു, കാര്യം ചെയ്യുക, അവളുടെ അപ്പനെയോ അമ്മയോ വിളിച്ചു നോക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അനേകം കുടുംബങ്ങൾ ഇന്ന് ദുഃഖത്തിലാണ്, നിരാശയിലാണ്, ആകുലതയിലാണ്, വ്യാകുലതയിലാണ്. നാം ആരും ചിന്തിക്കാത്ത വിധത്തിലുള്ളതായ ദുരിതങ്ങളാണ് പല കുടുംബങ്ങളിലുള്ളത്. വലിയ വലിയ യാതനാ വിഷയങ്ങൾ. സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും സമ്മതിക്കാത്ത ഭാര്യമാർ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും അനുവദിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന ഭർത്താക്കന്മാർ. ഭാര്യയ്ക്ക്, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ കിട്ടുന്നില്ല. കാണാൻ കിട്ടണമെങ്കിൽ കോടതിയിൽ പോകണം പോലും. എന്തു ചെയ്യും? ഇതുപോലുള്ളതായ വലിയ വലിയ വേദനാക വിഷയങ്ങൾപ്പെട്ട് ഉലയുന്നവരാണ് മനുഷ്യർ. നമ്മൾ പലരും അങ്ങനെയാണ്. പലരും എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരും. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്? ചിന്തിക്കണം നിങ്ങൾ. എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്? എൻ്റെ പൂർവികന്മാരുടെ കാലത്തുണ്ടായിരുന്നതായ ആ പ്രാർത്ഥനാ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയോ? ചിന്തിക്കണം.
എൻ്റെ പൂർവിക പിതാക്കന്മാർ അവർ ജീവിച്ച കാലത്തുണ്ടായിരുന്നവരുടെ ജീവിത നിഷ്ഠ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? സത്യദീക്ഷ, സത്യമേ പറയൂ, സത്യമേ ചെയ്യൂ എന്നുള്ളതായി ആ നിർബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടു പോയത്? എൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? വിശുദ്ധി, ജീവിത വിശുദ്ധി ഓർത്തു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ഒരേ സമയത്ത് തന്നെ ഹൃദയത്തിൽ തിന്മ വെച്ചുകൊണ്ട്, അശുദ്ധി വെച്ചുകൊണ്ട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, സ്വന്തം ഭാര്യ ഇരിക്കെ അന്യ സ്ത്രീയുടെ പിറകെ പോകുന്ന ആളുകൾ, സ്വന്തം ഭർത്താവിരിക്കെ അന്യപുരുഷന് വേണ്ടി ജീവിതം കൊടുക്കുന്ന ആളുകൾ. ദയനീയമല്ലേ? നഷ്ടപ്പെട്ടു പോയി. ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, ഭാര്യയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അമ്മായിമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ട കണക്കുകൾ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും ദയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് തരുന്നൊരു വാഗ്ദത്തം തന്നതാണ്. എന്തെല്ലാം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാം തിരികെ തരും. സ്തോത്രം. തിരികെ തരാൻ രക്ഷകൻ കടന്നു വന്നിട്ടുണ്ട്. തിരികെ തരാൻ യേശുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. സമ്പത്ത് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കടം വന്ന് കയറിയവരുണ്ട്, ഇനിയിപ്പോൾ ഒരു വിധത്തിൽ മുന്നോട്ട് നീങ്ങാൻ മാർഗം കാണാതെ വിഷമിക്കുന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടു. എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? ദൈവത്തിന് സ്തോത്രം. സൽപ്പേര് നഷ്ടപ്പെട്ടവർ, നിങ്ങളുടെ സൽപ്പേര് നഷ്ടപ്പെട്ടു. എന്തെല്ലാം? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. നിങ്ങൾക്കതെല്ലാം വീണ്ടെടുക്കാം. എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ എടുക്കാം. ഒരു പോംവഴി മാത്രം യേശുവിനോട് പറയുക, കർത്താവേ, നഷ്ടപ്പെട്ടത് തിരികെ തരാൻ നീ ഇന്ന് എൻ്റെ അരികിലേക്ക് വന്ന് നീ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടതായ സൗഭാഗ്യങ്ങൾ തിരികെ തരാൻ ഇന്ന് നീ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കർത്താവേ, അവിശ്വാസം വരുന്നു, സംശയ ചിന്തകൾ വരുന്നു. കർത്താവേ, നീരസം വരുന്നു, കോപം വരുന്നു, വഴക്കും വാശിയും വരുന്നു. എൻ്റെ കർത്താവേ, സൽസ്വഭാവം നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടത് തിരികെ തരാമെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ പറയൂ കർത്താവിനോട്, ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങൾ കർത്താവിനോട് പറയൂ, കർത്താവേ, നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരികെ തരണമേ. പ്രാർത്ഥിക്കൂ നിങ്ങൾ. കർത്താവേ, ഇന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവിനോട് നിങ്ങൾ പറയണം, കർത്താവേ, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരുന്ന സ്വർഗീയ സ്നേഹം ഇപ്പോൾ എന്നെ ഒന്ന് തൊടണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ ആണിപ്പോഴുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് മടക്കി തരണമേ. കർത്താവേ, നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ മടക്കി തരണമേ. നഷ്ട സൗഭാഗ്യങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയൂ ഇപ്പോൾ കർത്താവിനോട്, കർത്താവേ, നീ പറഞ്ഞല്ലോ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാമെന്ന്. എങ്കിൽ ഇതാ നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വിനയപൂർവ്വം വന്ന് നിൻ്റെ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട്, ആണിപ്പാടുള്ള പാദം ഒത്തിക്കൊണ്ട് ഞാൻ യാചിക്കുന്നു. കർത്താവേ, നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരികെ തരണമേ. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരും ദയയാണ് ഇന്ന് നിങ്ങളെ സന്ദർശിക്കുന്നത്. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നു. മടക്കി വരുത്തുന്ന ദയയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. മടക്കി വരുത്തുന്ന ദയയാണ്. തന്നെയല്ല, അന്വേഷിക്കുന്ന ദയയാണ്. അന്വേഷിക്കുന്ന ദയ, മടക്കി വരുത്തുന്ന ദയ, മടക്കി തരുന്ന ദയ. ദൈവത്തിൻ്റെ സ്തോത്രം. മടക്കി തരുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ചിലതെല്ലാം മടക്കി വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നു ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ചിലതെല്ലാം ഇന്ന് ലാഭം കിട്ടാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കിട്ടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കുള്ളതായ സൽപ്പേരുകൾ ഇതാ തിരിച്ചു കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്കുണ്ടായിരുന്നതായ ആരോഗ്യം തിരിച്ചു കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്കുണ്ടായിരുന്നതായ സന്തോഷം തിരികെ കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്കുണ്ടായിരുന്നതായ സമാധാനം പോയല്ലോ, എന്നാൽ തിരികെ തരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നിങ്ങൾ കർത്താവിനോട് പറയും, കർത്താവേ, ഇപ്പോൾ തന്നെ നിൻ്റെ ആ തിരക്തം പുരണ്ട കരം എൻ്റെ തലമേലെന്ന് വെക്കണമേ. കർത്താവേ, ഇപ്പോൾ തന്നെ ആ തിരക്തം പുരണ്ട കരം. ഹല്ലേലൂയ. യേശുവേ, തിരക്തം ഒഴുകുന്നതായ തൃക്കരം എൻ്റെ കർത്താവേ, ആണിപ്പാടിലും തിരക്തം ഒലിച്ചു കൊണ്ടിരിക്കുന്നതായ തൃക്കരം എൻ്റെ തലമേലെന്ന് വെക്കണമേ. ഇപ്പോൾ തന്നെ ആ തിരക്തത്താൽ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകിത്തരണമേ. നിൻ്റെ തിരക്തത്താൽ എന്നെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ. തിരക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ കർത്താവേ. എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ. എൻ്റെ ദൈവമേ, അയൽക്കാരുമായുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയവരുണ്ട് കർത്താവേ. അയൽവക്കത്തുള്ളവരോട് വൈരാഗ്യമായിരിക്കുന്നവരുണ്ട് കർത്താവേ. ഞങ്ങൾ പരസ്പരം ഐക്യമാകാൻ കർത്താവേ മടക്കി തരണമേ. ദൈവത്തിന് സ്തോത്രം. മടക്കി തരുന്ന കൃപ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുകരം എൻ്റെ തലമേൽ വെക്കണമേ. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നതെന്ന്. എല്ലാ നഷ്ടങ്ങളും എല്ലാം മടക്കി തരുന്ന കൃപ എന്നെ സന്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നാഥാ, നിൻ്റെ തൃക്കരം എൻ്റെ തലമേൽ വെക്കണമേ. എന്നെ
അനുഗ്രഹിക്കണമേ കർത്താവേ. നീ പോകല്ലേ, നീ പോകല്ലേ കർത്താവേ, നീ കടന്നു പോകല്ലേ, ഒന്ന് നിൽക്കണേ. എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പോകാവൂ, തിരുരക്തം പുരട്ടിയിട്ടേ പോകാവൂ. എന്നെ അനുഗ്രഹിക്കണമേ, ശുഭകാലം തരണമേ, ശോഭനമായ ഭാവി തരണമേ, അനുഗ്രഹം പകരണമേ, നന്മയിലേക്ക് നയിക്കണമേ. ഇപ്പോൾ ഞാൻ കടന്നുപോയാൽ നിൻ്റെ രാജ്യത്തേക്ക് വരുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. യേശുവേ, ഇപ്പോൾ അവിടുന്ന് രണ്ടാമത് വരുന്നുവെങ്കിൽ നിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാനുള്ളതായി ഭാഗ്യം എനിക്ക് തരണമേ. വിശുദ്ധന്മാർ പറക്കുന്ന കൂട്ടത്തിൽ പറന്നു വരാനുള്ളതായി സൗഭാഗ്യം എനിക്ക് തരണമേ. യേശുവേ, തിരക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേ, തിരക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, തിരക്തത്താൽ എനിക്ക് ശോഭനമായി ഭാവി തരണമേ. തിരക്തത്താൽ എൻ്റെ നാഥ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാനുള്ളതായി ഭാഗ്യം എനിക്ക് തരണമേ. നാഥ, നീ രണ്ടാമത് വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തുകൊള്ളണമേ. പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം. നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ഈ വാക്ക് ഏറ്റുപറയാം. കർത്താവേ, കർത്താവേ, കരുണയുള്ള കർത്താവേ, കരുണയുള്ള കർത്താവേ, രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ, എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. യേശുവേ, രണ്ടാമത്തെ വരവിൽ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ, എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. യേശുവേ, രക്തത്താൽ ഇപ്പോൾ കഴുകണമേ, എന്നെ ഇപ്പോൾ കഴുകണമേ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക, ഇന്ന് മുതൽ നിന്നെ സ്നേഹിക്കും. യേശുവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി. യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ നിനക്കായി ജീവിക്കാം. ഹല്ലേലൂയ. മടക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാസ്തവമായി മടക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവര്, പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവര്, ജീവപുസ്തകത്തിൽ പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ജീവന്റെ പുസ്തകത്തിൽ പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇപ്പോൾ തന്നെ കരങ്ങൾ ഉയർത്തുവീൻ. ദൈവത്തോട് പ്രാർത്ഥിക്കുവീൻ. കർത്താവിന്റെ അരികത്ത് വന്നിട്ടുണ്ട്. യേശു നിങ്ങളെ തൊടട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ തർക്കം നിങ്ങളുടെ തലയിൽ വയ്ക്കട്ടെ. അനുഗ്രഹം സമൃദ്ധിയായി പെരുകട്ടെ, നിങ്ങളുടെ മേൽ അനുഗ്രഹം സമൃദ്ധിയായി ഒഴുകട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ കരം ഉയർത്തിയവരെ എല്ലാവരെയും അവിടുത്തെ തൃക്കരം പിടിക്കണമേ, അനുഗ്രഹിക്കണമേ, പുതിയ ജീവിതം നൽകണമേ, സമാധാന ജീവിതം നൽകണമേ, ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുവാനുള്ള നൽവരെ നൽകണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.